എത്തിയാ? ആ അതെ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എന്ത് എടാ വാതിൽ കേട്ടാ? ഹെൽമെറ്റാ? ആ ഹെൽമെറ്റ് ഹെൽമെറ്റ് ആ ഹെൽമെറ്റ് ആ ആടാ അത് ഇറങ്ങി ഇറങ്ങി. പോവാം. എടാ വണ്ടി കിട്ടിയില്ല എനിക്ക്. വണ്ടി എടുക്കുന്നല്ലേ ചെന്നാടാ. 850 രൂപ കളിയാ. ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞിട്ടേ നൈസായിട്ട് മുങ്ങി. അപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കാണെന്നില്ലേ? അതിന് എൻ്റെ ഉണ്ടാ? ഇല്ല, പക്ഷേ ഒപ്പിക്കാം. ഞാൻ വണ്ടി എടുക്കും. എന്തിലാവട്ടെ. എടാ ഇത് സ്റ്റാർട്ടാവണില്ല. എന്താ ചെയ്യാ അവസ്ഥ? ഓക്കെ ഓക്കെ കുട്ടാ, എന്നാ വിട്. ഇപ്പോൾ എറണാകുളത്താണോ സ്റ്റേ? അതെ. എവിടെ? പത്മതീർത്ഥനടുത്ത്. പ്രോപ്പർ സ്ഥലം മലപ്പുറം അല്ലേ? എക്സ്പെക്റ്റഡ് സാലറി എത്രയാ? 20,000. 10,000 ആണ് നമ്മുടെ ബേസിക് സാലറി. ജോയിലൊരു ഫ്രഷറാണ്. പോകെ പോകെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് നോക്കാം. അല്ല സാർ. ദെൻ 20,000 തന്ന് വൈ ഷുഡ് ഐ ഹയർ യു? അല്ല സാർ, ഐ എം ഹാർഡ് വർക്കിംഗ്, കമ്മിറ്റഡ്, എന്തോസിയാസ്റ്റിക്, പങ്ക്ച്വൽ, എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതൊക്കെയല്ലേ? സോ എനിവേ, ജോയിൽ ഇന്നെൻ്റെ 5ാമത്തെ കാൻഡിഡേറ്റാണ്. ഈ 5 പേരുടെ സി വിയിലും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി അല്ലാതെ വേറെ ഒന്നും വ്യത്യാസമായിട്ടില്ല. സ്വന്തം ജോലിക്ക് അപേക്ഷിക്കാനുള്ള സി വി പോലും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഈ ഫോട്ടോ ഏത് കൊല്ലം എടുത്താ? 8 പഠിക്കുമ്പോൾ. പ്ലീസ്. ഏകദേശം നമുക്ക് പഞ്ചിൻ്റെ കാര്യത്തിലും പറയാവുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ലോങ് റേഞ്ച് അല്ലെങ്കിൽ LR എന്ന് കമ്പനി വിളിക്കുന്ന വേരിയൻ്റാണ്. ഇതിന് 421 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ നമ്മളിത് ഏതാണ്ട് 99% ചാർജിൽ നമുക്ക് ഈ വാഹനം എടുത്ത് കയ്യിലേക്ക് തരുമ്പോൾ ഇതിൽ കാണിച്ചത് 358 കിലോമീറ്ററാണ് റേഞ്ച്. അതായത് എന്തായാലും ഒരു ഡ്രൈവ് പൊട്ടിയല്ലടാ, ഒരു ചാവടി കാണാം. എടാ മിഞ്ഞാന്താ പൈസ കൊടുത്താ? 10. ഞാൻ കൊടുത്തു. ഓക്കെ ചേട്ടാ, 2 സ്ട്രോങ് ചായേ. ഈ 36,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് നേപ്പാളിൽ പോകാം. പോയിട്ട് സുഖമായിട്ട് പോയി സഞ്ചരിച്ച് കാഴ്ച കണ്ടുവരാം. മൂട്ടാരി പോയിട്ട് വരാം. മാൽദീവ്സിൽ വേണം പോയിട്ട് വരാം. അവിടുത്തെ ഏറ്റവും 5 സ്റ്റാർ ഹോട്ടലൊന്നും താമസിക്കാൻ പറ്റുന്നില്ല. തലസ്ഥാന മാലിയിൽ അത്യാവശ്യം നല്ല അക്കോമഡേഷൻ. എന്നൊരു സീൻ ഉണ്ടായി. ഇപ്പോഴത്തെ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴും ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. ഇത് കണ്ട? എന്താ ഞാൻ പറഞ്ഞ പെണ്ണില്ലേ, അവളെ നമ്പർ കിട്ടിയിടാ. ഇവരെന്താ മൈൻഡ് ചെയ്യാത്ത?
എന്തിനാണൊക്കെ ഒരു പുച്ഛം? എന്ത് വെച്ചു പിന്നെ ഞാൻ എന്തുണ്ട്? എടാ നീയല്ലേ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആള് അല്ലേ? നീ മറന്നാ? എടാ ഓക്കെ ജെന്നിയെ മറന്നാ നീ? ജെന്നിയെ മറന്നാടാ? എന്തൊക്കെയായിരുന്നു? പ്രണയം നിങ്ങളുടെ മാതാപിതാക്കളെ കുറച്ചുകൂടി സ്നേഹിക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, പ്രണയം കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രണയം ഏത് കാലത്ത് എപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? പ്രണയിക്കുന്നൊരു കാലമുണ്ട്, അതിനൊരവസ്ഥയുണ്ട്. പക്ഷേ അതിനെന്തെങ്കിലും ഒരു ഇത് 800 ഉള്ളൂ ചേട്ടാ ബാക്കി 2 ദിവസം കൊണ്ട് തരാം. അതെന്ത് പരിപാടിയാണ്? പണിയെടുത്ത് കഴിഞ്ഞാൽ പൈസ തരണ്ടേ? അല്ല ചേട്ടാ തരൂ, ഞാനത് അപ്പുറത്ത് താമസിക്കുന്നു. വർക്ക് ഫോൺ നമ്പർ എന്നിട്ട് കാര്യമില്ലല്ലോ, വിളിച്ചാൽ ഞങ്ങൾ എടുത്തില്ലെങ്കിലോ? ഞാൻ പറയണത്തിന് വേണ്ടാണേ. ഇല്ല ചേട്ടാ തരൂ. തരണം. ശരി. ജോലേ ജോലേ എടാ എൻ്റെ മോനെ കുറേ എല്ലാം കണ്ടിട്ട്. എവിടെ മുത്തേ സുഖല്ലേ? കുറേ എല്ലാം കണ്ടിട്ട്. കൊച്ചിയുണ്ടല്ലേ? ആടാ ഞാൻ അവിടെ വണ്ടിരിക്കാൻ വന്നാടാ. അതല്ലടാ കൊച്ചിയിലെ പരിപാടി? കൊച്ചിയിൽ വർക്ക് പോകുന്നുണ്ടാ, പിന്നെ ഡെലിവറിക്ക് പോകുന്നുണ്ട്. അത് ശരി. ഈ ഡെലിവറിക്ക് പോവാ? എൻ്റെ ജോയലേ എന്നാ പറയണേ? ഒരു കിടിലം പരിപാടി ഉണ്ട്, രക്ഷപ്പെടും ഷുവർ. ഈ ഡെലിവറി വരുന്നത് വേണ്ട. ഈ കണ്ടില്ലേ, there are 2 kinds of peoples here, kings and servants. നിന്നെ ഞാനൊരു കിങ് ആക്കും. നീ എവിടെ താമസം? ഇവിടെ പുല്ലേപ്പടി വല്ല ഓപ്പോസിറ്റ്. പുല്ലേപ്പടി. ഓക്കെടാ, ഒരു ദിവസം വരാം. കുറച്ച് തിരക്കുണ്ട്. പണ്ടാരോ പറഞ്ഞതുപോലെ യാദർശികമായ കണ്ടുമുട്ടലുകൾ പുതിയ പാതകൾ നമുക്ക് സമ്മാനിക്കും. ഓക്കെടാ, സീ. പേടിക്കണ്ട, എല്ലാം ശരിയോടാ. നീ നമ്പർ തന്നെ. 9633607422. ഓക്കെടാ മൊത്തേ, കാണാം. ശരിടാ, ഓക്കെ. ഞാൻ വിളിക്കാം.
ചേരുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തുടങ്ങുന്ന സമയത്ത് തന്നെ നേരെ വജേനയിലേക്ക് അല്ലെങ്കിൽ ആ സുന്ദര, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. എടാ ശരത്ത് പറഞ്ഞ റൂം നോക്കിയായിരുന്നു നീ? ഇല്ല, നോക്കില്ല. ആണോ? നീ ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല. ഡാ നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? അന്ന് പറഞ്ഞ വർക്ക് സെറ്റായ? അതൊന്നുമല്ല, നിന്റെ ജെനിയില്ലേ, അവളെന്നെ കല്യാണം വിളിച്ചായിരുന്നു. നിന്നെ വിളിച്ചില്ലേ? എടാ നീ ആ റൂമൊക്കെ ഒന്ന് പോയി നോക്കടാ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ല ഞാൻ പോയി നോക്കിയാനെ. നീ കേൾക്കുന്നുണ്ടോ? ഈ ആട്ടിൻകൂട്ടി നീ ഒന്ന് മാറണ്ടടാ. കൊതുകും ചൂടും മടുത്തിവിടെ. ജെനി അവളൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. റൂൾ ഓഫ് തേർഡ്സ് ലിവിങ് ലൈൻസ് അങ്ങനെ എന്തൊക്കെയാണ് അവൾ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം മറന്നു. ഇതുവരെ ഇതിന് മുമ്പ് എടുത്തു. എന്താ നേരത്തെ പറഞ്ഞു? ഇതിന്റെ കാര്യമാണ്. ഇതിന് ഇത് കൊള്ളാമല്ലേ? നോക്കി ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാമല്ലേ അല്ലേ? ഇതെങ്ങനെയുണ്ട്? ഇത് വളരെ ബോറായിട്ടുണ്ട്. ഇത് കൊള്ളാവോ? നമുക്ക് പോയാലോ? അല്ല ഇപ്പം എൻ്റെ ഫോട്ടോസോ? ആ ഓക്കെ. ഹായ് ജെനി, ഹാപ്പി മാരീഡ് ലൈഫ്. ഓ സൂപ്പർ, കൺഗ്രാറ്റ്സ്. ഓക്കെ ഞാൻ വരാം. ഞാൻ ഇന്നാരെ വിളിച്ച് ഞാൻ ഇത് ഓവറായി വലിയ ഒരു മാറിയുള്ളൂ. ഓക്കെ നൈസ്, ഐ മിസ്ഡ് യു. ഒന്നും ശരിയാവുന്നില്ലല്ലോ. ഒരു സിമ്പിൾ പരിപാടി നോക്കാം.
സത്യം പറഞ്ഞാൽ ജനി വിളിക്കുന്നു വിചാരിച്ചു, കോളൊന്നും വന്നില്ല. ആ താനായിരുന്നു. ഈ പരിപാടി ഉണ്ടല്ലേ? ആ, പാർട്ട് ടൈം ആയിട്ട്. വേറെ ജോലി വല്ലതും റെഡിയായോ? ഇല്ല, ഇൻ്റർവ്യൂ നോക്കുന്നുണ്ട്. എത്ര അത്? 440 അല്ലേ? 440. ബാക്കി ഞാൻ ഗൂഗിൾ പേ. ആ വേണ്ട വേണ്ട, താമസിച്ചോ. ജോയല്ലേ, താൻ ഈ വീക്ക് അല്ലെങ്കിൽ വേണ്ട മൺഡേ ഓഫീസിലോട്ട് വാ. ഹലോ, എവിടാ? എന്തെന്താ 18-ാം പടിയാ? ആ, റിച്ച് മേക്സ് യു റിച്ച്. എന്തേ നീ എവിടെ സ്റ്റേ? ഇതെന്താ മാറത്? നിങ്ങൾ വേറെ നോക്കണ്ടാ, ഇവിടെ ഒരാഴ്ച ഉണ്ടാവുള്ളൂ. മാറിക്കോ വേഗം മാറിക്കോ. വന്നേരെ പറയാ. വാ, ആ ഇക്കറങ്ങണ കസേര. അപ്പോൾ നമ്മുടെ പുതിയ പരിപാടിയാണ്. എന്താ? റിച്ച് യു. റിച്ച്? റിച്ചു അല്ല, റിച്ച് യു. റിച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഗ്യാപ്പ് യു, റിച്ച് യു. എടാ, സംഭവത്രേ ഉള്ളൂ. നീ നമ്മുടെ ബിസിനസ് ഓർഡേഴ്സിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. വെറും 20% ഡിസ്കൗണ്ടിൽ നിനക്ക് സാധനം കിട്ടും. ഈസി അല്ലേ? ഈസി, എനിക്കറിയാം. ഇപ്പം നീ ആളെ ചേർത്ത്, നീ എത്രത്തോളം ആളെ ചേർക്കുന്നോ അത്രയും നിങ്ങൾക്ക് ഗ്രോത്താ. ഈസി അല്ലേ? എനിക്കറിയാം. നീ ഇപ്പോൾ ആളെ ചേർത്തു, തീർന്നില്ല. ഇനി ആളുകൾക്ക് പകരം പാർട്ട്നേഴ്സിനെ ചേർത്താം 50% ഡിസ്കൗണ്ടിൽ നിനക്ക് സാധനം കിട്ടും. ഈസി അല്ലേ? ഈസി, എനിക്കറിയാം. ഇനിയുണ്ട്, നീ വെറും 9,999 രൂപ, വെറും 9,999 രൂപയ്ക്ക് മാത്രം ചേർന്ന് കഴിയാൻ അത്ര മതി. ബാക്കിയുണ്ടല്ലേ, ഞാൻ നോക്കണം. എന്താ പറയുന്നു? ഈസി അല്ലേ? ഈസിയാണ്. എടാ, നമുക്കൊരു കാര്യം അറിയോ? ഇന്ന് എൻ്റെ അണ്ടറിൽ 1500ഓളം ആളുകളുണ്ട്. 5100 അല്ല 1500. ഐ ഷോ യു സംതിങ്. റൂം റെന്റ് പിന്നെ 5000. പിന്നെ അല്ലെങ്കിൽ പിന്നെ നോക്കാം. അല്ല, ചേർക്കേണ്ട ആൾക്കാർ. സോ പാപ്പ പറഞ്ഞു വന്ന്, നീ ഇൻട്രസ്റ്റഡ് അല്ലേ? എടാ, ഇപ്പോൾ വേണ്ട, പറ്റില്ല. എൻ്റെ വണ്ടിക്കുരിങ്ങൾ നടന്നാറി. ഇപ്പം ശരിയാവില്ലടാ, സമയമില്ല. അതാ എടാ, നീ ഇറങ്ങൊന്നും വേണ്ട. അതിന് ആരിറങ്ങണം? നീ ഇപ്പോൾ ഇരിക്കണ്ടല്ലേ?
നീ ഇങ്ങനെ ഇങ്ങോട്ട് ഇരുന്നാൽ മതി. കട്ടയ്ക്കാൻ കൂടെ വന്നാൽ മാത്രം മതി. ബാക്കി ഞാൻ നോക്കൂലേ. നിന്റെ കയ്യിലുള്ള കോണ്ടാക്ട്സ്, ആൾക്കാരുടെ പേരും വിത്ത് ഫോൺ നമ്പറും എനിക്ക് താ. ദേ ഞാൻ സെറ്റ് ആക്കണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? എടാ അത് വേണ്ട, 10,000 കൊടുക്കാൻ ഇപ്പം എൻ്റെ ഇല്ലടാ. 10,000 എന്തിനി? എടാ വെറും 9,999 രൂപ മാത്രം. ഓക്കെ അല്ലടാ, വർക്കും സെറ്റ് ആയിക്കോട്ടെ, എന്നിട്ട് ഞാൻ പറയാം. എടാ എന്നിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ? എടാ നമ്മളിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാണ്ടല്ല, നീ പിന്നെ വർക്കിന് പോകണ്ടടാ. എടാ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന എത്രങ്ങാനും ആൾക്കാരാണെന്നറിയോ ചേർന്നേക്കുന്നത്? ലാസ്റ്റ് വീക്ക് നമ്മുടെ ജെനി, ആ കുട്ടി ചേർന്നു. ജെനിൻ്റെ ഓർമ്മയില്ല നിനക്ക്? അവൾ മാത്രമല്ല, അവളെ ഫുഡ്ബിന് ഞാൻ ചേർത്തിട്ടാ. അതാണ് മനസ്സിലായ? അതാണ് റിച്ച് സെറ്റാണ്. എടാ റെഡ് ബുള്ളുണ്ട്, ആ തരക്കാല പച്ചാല കുത്തി ടെസ്റ്റ് ചെയ്യാം. എ സി ഇല്ലല്ലേ? Maybe 1, 2. Where are you? പറയടാ. ജെനി കൊച്ചിയിലുണ്ട്. എന്നോട് ആരാ പറഞ്ഞു? എടാ മറ്റേ പൈസക്കില്ലേ റിച്ചു, ഞാനൊന്ന് പോയി കണ്ടല്ലോ. എന്തിന്? അല്ലടാ, ഒരു ചുമ്മാ കാഷ്വലായിട്ട്. കാഷ്വലായിട്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലടാ, ഒരു കൺഗ്രാറ്റ്സ് പറയാലോ അല്ലേ? എൻ്റെ പൊന്ന് ജോയിലേ, അവളുടെ കല്യാണത്തിന് വിളിക്കാത്ത നീയാണാ ബാല കൺഗ്രാറ്റ്സ് പറയാൻ പോണേ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആടാ കുറേയില്ല കണ്ടിട്ട്. അതാ പറഞ്ഞ്, നിനക്കിപ്പോൾ അവളെ കാണാൻ തോന്നുന്നുണ്ട്, പക്ഷെ അവൾക്കില്ല. എടാ അവൾ നിന്നെ ഒഴിച്ച് ഈ ലോകത്തുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അത് ആലോചിച്ചാൽ മതി. നീ കൂടുതൽ ഉണ്ടാക്കണ്ട മോനെ, കേട്ടാ? വേണ്ടല്ലേ? ഏയ് സെൽഫ് റെസ്പെക്റ്റ് അത് നീ കീപ്പ് ചെയ്യണം. അതെ. ഇതാ പോകണോ? ആ ഹലോ ജോയിലെ, ആരാന്ന് മനസ്സിലായോ? സുന്ദര പോവാ. നീ എന്താ പറഞ്ഞോട്? എന്താ പറഞ്ഞു? നോക്കി അവള് വിളിച്ചെന്ന് നോക്കി. അതിനെന്താ? നിന്നെ കല്യാണം കഴിക്കാനാണോ വിളിച്ച്? കല്യാണത്തിനല്ലേ വിളിച്ച്? അതിന് ചോർക്കഥ. വാ ജെനി വിളിച്ചതിന് പിന്നെ എൻ്റെ ചെലവ്. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ, താങ്ക് യു.
വൈശാഖിൻ്റെ കമ്പനി തീരുമാനമായി. കസ്റ്റമേഴ്സിൻ്റെ പൈസ കൊണ്ട് മുതലാളി മുങ്ങി. വൈശാഖിനെ കൂടെ കൂട്ടേണ്ടി വന്നു. മെൽവിൻ മാത്യു, തേർഡ്സ് എന്താണെന്ന് വെച്ചാൽ വിഷ്വലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ടെക്നിക്ക്, അത്രേ ഉള്ളൂ.